നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുബായ് ട്രാം. ഫോട്ടോയോ? ഞങ്ങളെ ഇന്ന് ഗൈഡ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ടോബിൻ ജോസഫ് ആണ്. ടോബിൻ തൈത്തറ. ഞങ്ങളെ ഇന്ന് അറ്റ്ലാന്റിക് നമ്മളിപ്പോൾ പാം ജുമൈറയുടെ മുൻപിലാണ് നിൽക്കുന്നത്. എവിടെ ചെന്നാലും ബിൽഡിങ്ങുകൾ മാത്രം, നിറച്ച് വില്ലകൾ. നക്കീൽ മാൾ. ഇത് വന്നിട്ട് ഏകദേശം ഒരു 2-3 years ആകുന്നേ ഉള്ളൂ. 2 years ആകുന്നതേ ഉള്ളൂ ഗൈസ്. എന്താണ് നക്കീൽ മാളിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് മിസ്റ്റർ ടോബിൻ? കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മോണോറെയിൽ. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതിൽ കയറാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാം ജുമൈറയുടെ ഒരു എൻട്രൻസ് സൈഡ് കാണാം. ഇവിടെ ചുറ്റും സൈഡിലുള്ളത് അവിടുത്തെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള വില്ലകളും കാര്യങ്ങളൊക്കെയാണ്. അതെ, നമുക്ക് മേളിൽ നിന്ന് പോകുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ പാം ജുമൈറയുടെ ഒരു വലിയൊരു എൻട്രൻസ് നമ്മൾ ഫോട്ടോസിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതായിരിക്കും. നമ്മളിപ്പോൾ കാണുന്നത് അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ എൻട്രൻസ് സൈഡാണ്. അപ്പോൾ ഇതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിനകത്തുള്ള വാട്ടർ തീം പാർക്കിലോട്ടാണ് നമുക്കിന്ന് പോകേണ്ടത്. ഇന്നത്തെ കാഴ്ചകളൊക്കെ അവിടുത്തെ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ ഈ റോഡിൽ നിന്ന് ഇനിയും കയറാൻ പോകുന്നത് വാട്ടർ ടണലിലോട്ടാണ്. കടലിനടിയിലുള്ള ടണൽ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കൂടെ കാണാം നമുക്ക്. ഇത് നമ്മുടെ കടലിനടിയിലുള്ള ടണലിൻ്റെ എൻട്രൻസ് സൈഡാണ്. നമ്മൾ ഇനിയും അതിനകത്തൂടെ ആയിരിക്കും കുറച്ച് ദൂരം പോകുന്നത്. ഇത് കറക്റ്റായിട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് പറയേണ്ടി വരും. നമ്മളിപ്പോൾ അതിനടിയിൽ കൂടെയാണ് പോകുന്നത്. പക്ഷേ ഇതിനകത്തൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീലൊന്നും ഇല്ല. നോർമൽ സംഭവം തന്നെ. ഗൈസ്, ടണലിനകത്തുള്ള റോഡിലും കുറച്ച് ട്രാഫിക്കൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയേക്കുന്നതല്ലേ ഭയങ്കര സംഭവം. എത്ര ഒരു കിലോമീറ്റർ കാണത്തില്ലായിരിക്കും, എന്നാലും ഓപ്പണിംഗ് ആണോ അവിടെ? ഈ അറ്റ്ലാന്റിസ് ഹോട്ടൽ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് കടൽ നികത്തി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഏരിയ തന്നെയാണ് മറ്റേ പാം ജുമൈറ എന്ന് പറയുന്ന ആ ഒരു ഇതൊക്കെ ഉള്ളത്. പക്ഷെ അത് നമുക്ക് മേളിൽ നിന്നുള്ള വ്യൂ ആണ് നല്ല വ്യൂ. നമുക്ക് സൈഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രമാത്രം എടുക്കത്തില്ല. അതൊരു പനയുടെ ആകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐലൻഡ്സ് ആണത്, പാം ജുമൈറ. നമ്മളിപ്പോൾ ആ ടണൽ കഴിഞ്ഞ് എൻട്രൻസ് സൈഡിലോട്ട് എത്തി. ഇവിടെ മൊത്തം എന്ന് പറയുന്നത് ഹോട്ടലുകൾ മാത്രമാണ്, ലക്ഷൂറിയസ് ഹോട്ടലുകളാണ് ഇവിടുത്തെ എല്ലാം. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഒരു സൈഡ് ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ കടൽ കാണാൻ പറ്റത്തില്ല. ഇത് മൊത്തം കടൽ ഏരിയയാണ്. ഹെലികോപ്റ്ററുകൾ പോകുന്നുണ്ട്. ഇത് അറ്റ്ലാന്റിസിൻ്റെ എൻട്രൻസ് സൈഡിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്, അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ. ഇവിടുന്ന് ഇന്ന് നമുക്ക് ഉള്ളത് ടോബിനുണ്ട്. ടോബിൻ ഇവിടുത്തെ ഏരിയയിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവനിവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവൻ്റെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞ് നമ്മൾ പാർക്കിങ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ബസ്സിൽ പോകണമെന്നാണ് പറഞ്ഞത് അറ്റ്ലാന്റിസിലോട്ട്. നമുക്കിത് ലക്കുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ലാൻഡിങ് നമുക്ക് കാണാൻ പറ്റും. ഹെലികോപ്റ്ററുടെ ലാൻഡിങ് കുറച്ച് പാക്ക് കാണാൻ പറ്റാം. അതിന് വേണ്ട, ഇതൊരു ഹെലിപ്പാഡാണ്. ഇതിനകത്ത് തന്നെ ഉണ്ടോ, ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് വന്ന സമയത്ത് തന്നെ ഒരു ഹെലികോപ്റ്റർ ലാൻഡിങ്ങിൻ്റെ കാഴ്ച കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. അതിപ്പം ലാൻഡിങ് ചെയ്തിട്ട് വീണ്ടും അത് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. ഞങ്ങളിപ്പം വന്നേക്കുന്നത് ഒരു വാട്ടർ പാർക്കിൽ പോകാനായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു പാർക്കിങ്ങിൽ കൊണ്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് ബസ്സിലാണ് അങ്ങോട്ട് സർവീസ് കിട്ടും. ഈ ഹെലികോപ്റ്ററുകളൊക്കെ ഇവിടെ സർവീസ് നടത്തുന്നതാണ്, അതായത് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്.
2000 ദിർഹം എങ്ങാണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് പാം ജുമൈറ മൊത്തം കണ്ടുവരാനുള്ള നല്ലൊരു വ്യൂ ആയിരിക്കും ഈ ഒരു സംഭവത്തിൽ കൂടെ പോയിട്ട് വരുമ്പോൾ. പാം ജുമൈറയുടെയൊക്കെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഫുള്ളായിട്ട് കിട്ടും. ഇത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ലാൻഡിങ് ഏരിയയിലോട്ട് വരികയാണ്. നമ്മളിത് ഇവിടെ ഗസ്റ്റുകളുടെ കൂട്ടത്തിലൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് നമുക്കിനിയും വേറെ ബസ്സിൽ കയറിയാണ്, മിനി ബസ്സിൽ അങ്ങോട്ട് കയറിയാണ് നമുക്ക് ഇപ്പോൾ വാട്ടർ പാർക്ക് സൈഡിലോട്ട് പോകേണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് മൂവ് ആവുന്നു. അപ്പോൾ തന്നെ അടുത്തത് ഇവിടുന്ന് മുങ്ങി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ അറ്റ്ലാന്റിസ് ഹോട്ടൽ, ഇപ്പോൾ കാണുന്ന അറ്റ്ലാന്റിസ് ഹോട്ടലിന് ഉള്ളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് വാട്ടർ തീം പാർക്ക് ഉള്ളത്. അപ്പം നമ്മളത് ഇവിടെ ഇപ്പം നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് ഒരു മിനി ബസ്സിലാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, നമ്മളെ കൂടാതെ കുറേ ഗസ്റ്റുകളുണ്ട്. കണ്ടിന്യൂസ് ഗസ്റ്റുകളൊക്കെ വന്നോണ്ട് ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് ഫുള്ള് കടലാണ്, മറ്റേ ഓപ്പോസിറ്റ് സൈഡ് അറ്റ്ലാന്റിസ് ഹോട്ടലാണ്. അപ്പോൾ അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡിലെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഗ്ലാസ് ഉള്ളത് കൊണ്ടാണ് ഇത്ര ക്ലാരിറ്റി കിട്ടാത്തത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് സെപ്പറേറ്റ് എടുത്തിടാവുന്നതാണ്. ഇതാണ് അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡ്. നമ്മളിവിടത്തെ ബസ് വന്നിറങ്ങിയിട്ട് നമ്മളിനി മുന്നോട്ട് നടന്ന് നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. അങ്ങനെ ഗസ്റ്റുകളുടെ കൂടെ നമ്മൾ നടന്ന് പോവുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ മോനെ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും വന്നില്ലെങ്കിലുണ്ടല്ലോ ജീവിതത്തിൽ ഭയങ്കര നഷ്ടമാണ്. പക്ഷെ പല കാര്യങ്ങളും നമ്മളിവിടെ വന്നിട്ട് നല്ല ചാർജസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ടോബിൻ സഹായിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ എത്തിയേക്കുന്നത്.